ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐഷാസ് കിച്ചൺ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നല്ലൊരു സർപ്രൈസ് വരുന്നുണ്ടെന്ന്. ആ ഒരു സർപ്രൈസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനലിൽ ആദ്യമായിട്ടൊരു ഗിവ് അവേ വെക്കുകയാണ്. ഞാൻ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാൻ ഈ ഒരു ഗിവ് അവേ വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് നാട്ടിലായതുകൊണ്ട് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു മെഗാ ഗിവ് അവേ തന്നെയാണ്. 15 ഗിഫ്റ്റ്സാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗിവ് അവേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ജുമൈറ ബുട്ടിക്കാണ്. ഞാൻ ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നേ ഉള്ളൂ, ബാക്കി മൊത്തം അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഇനി ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 5 അബായകളുണ്ട്, 5 ചുരിദാറുകളുണ്ട്, പിന്നെ 5 സർപ്രൈസ് ഗിഫ്റ്റ്സ് ഉണ്ട്. കൂടാതെ നമ്മുടെ ജുമൈറ ബുട്ടിക്കിൽ നിന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അബായകൾ വാങ്ങിക്കുകയാണെങ്കിൽ 2 അബായ വാങ്ങിക്കുമ്പോൾ 30 ദിറംസിൻ്റെ ഒരു പ്രൊമോഷൻ കോഡും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ 2 അബായ വാങ്ങിക്കുന്നവർക്ക് 30 ദിറംസ് കുറച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഐഷാസ് കിച്ചൺ ജുമൈറ ബുട്ടിക് നടത്തുന്ന ഈ ഒരു ഗിവ് അവേയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ടുള്ള ഗിഫ്റ്റുകൾ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ വ്യൂവേഴ്സിനും അതുപോലെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ഐഷാസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് ജുമൈറ ബുട്ടിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ വേറെ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം എല്ലാം കൂടി ആകുമ്പം ബുദ്ധിമുട്ടാവില്ലേ. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഐഷാസ് കിച്ചൺ AKJB ജുമൈറ ബുട്ടിക്, അതായത് AKJB ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് സ്പേസ് നിങ്ങളുടെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരാണ് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് ഇതുപോലെ AKJB ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് എഴുതാം. അപ്പോൾ ഇത് മൂന്നുമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നാലാമതായിട്ടും ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം പോസ്റ്റ് ചെയ്യുന്ന 7 വീഡിയോകളിലായിട്ട് ഓരോ കോഡ് വീതം 7 കോഡ് തരും. അപ്പോൾ ആ ഒരു കോഡ് എല്ലാവരും ഒന്ന് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക ചെയ്യാം. ആ 7 കോഡും ഒരുമിച്ച് കിട്ടിയിട്ട് ഞാൻ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഇപ്പോൾ സപ്പോസ് ഞാൻ നാളെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാനൊരു കോഡ് പറയും. ആ കോഡ് ചിലപ്പം ഒരു ലെറ്റർ ആവാം, ഒരു നമ്പർ ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഒരു നമ്പറോ ഒരു ലെറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ദിവസം വീഡിയോ ഇടുമ്പം അതിൽ വേറൊരു കോഡ് പറയും, അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾ എനിക്ക് 7 കോഡും കിട്ടിയ ശേഷം എനിക്ക് വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാം. ഓരോ കോഡും കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്ത് തരണ്ട, 7 കോഡും കഴിഞ്ഞ ശേഷം മതി. 7 വീഡിയോകളിലായിട്ടാണ് ഈ 7 കോഡും പറയുന്നത്. ഒരുപാട് ദിവസമൊന്നുമില്ല, 7 ദിവസം ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു ഗിവ് അവേയുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം. അപ്പോൾ 7 കോഡും കഴിഞ്ഞിട്ട് ഞാനൊരു വാട്സപ്പ് നമ്പർ തരും. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ആ 7 കോഡും നിങ്ങളുടെ പേരും ഒന്ന് സെൻഡ് ചെയ്ത് തരാം. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിന് ശേഷം പറയാം. അപ്പോൾ ഇത്രയാണ്, നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പങ്കെടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിന് നമ്മൾക്ക് ഈ ഒരു ഗിവ് അവേ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തു തന്നത് ജുമൈറ ബുട്ടിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നിങ്ങളിപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് പുതിയ പുതിയ ഗിവ് അവേ ഒക്കെ വരുള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടാതെ നിർബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ, ഞാനിപ്പം ഈ പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഷെയർ ചെയ്യാനും, നമ്മുടെ ആയിഷാസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ജുമൈറ ബുട്ടീക്കിന് വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നിർബന്ധമില്ല കേട്ടോ, അതൊന്നും നിർബന്ധമില്ല. നിർബന്ധമുള്ള കാര്യങ്ങൾ ഞാനിപ്പം ഫസ്റ്റ് പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമാണ്, ബാക്കിയൊന്നും നിർബന്ധമില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ പതിവ് പോലെ എനിക്കും ഒരു 3 അബായ റിവ്യൂക്കായിട്ട് തന്നിട്ടുണ്ട് ജുമൈറ ബുട്ടീക്കിന്ന്. ഇനി ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റായിട്ട് നമ്മുടെ റീനിന് ഈ ജുമൈറ ബുട്ടീക്കിൻ്റെ വക ഒരു ഡ്രസ്സ് കൊടുത്ത് അയച്ചിട്ടുണ്ട്. ഫസ്റ്റായിട്ടാണ് റീനു അങ്ങനെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ മറക്കണ്ട, ഈ ഒരു വീഡിയോക്ക് താഴെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നിങ്ങളുടെ AKJB സ്പേസ് നിങ്ങളുടെ പേര് ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ റിവ്യൂക്കായിട്ട് ജുമൈറ ബുട്ടീക്കിന്ന് അയച്ചു തന്നിട്ടുള്ള അബായാണിത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളിപ്പം ഗിഫ്റ്റൊക്കെ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് ഒരു അബായ എനിക്കും ഒരു അബായ റീനും ആണുള്ളത്. പിന്നെ ഒരെണ്ണം അവർ എനിക്കൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ടുണ്ട്, തിരിച്ച് കൊടുക്കാനുള്ള അബായാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അളവിൽ അവരെനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ള അബായാണ്. നല്ല റെഡ് കളറിലുള്ള നല്ലൊരു അടിപൊളി അബായാണ് കേട്ടോ. ഇത് ക്ലോത്ത് നിതയാണ്. നിത പല വെറൈറ്റി നിത വരുന്നുണ്ട്. ഇത് അയൺ ചെയ്യേണ്ട നിത ഉണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇതാ വർക്ക് ഇതാ ഇങ്ങനെ നല്ല എന്താ പറയുക, സ്റ്റോൺ വർക്കുകൾ, കുറച്ച് ഹെവി വർക്കുള്ള, സ്ലീവിൽ ഹെവി വർക്കുള്ള ഒരു അബായാണ്. അതുപോലെ തന്നെ ഷോളിലും അവർ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷോൾ അധികം വീതിയും നീളവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വ്യൂവേഴ്സിനോട് ചോദിച്ചിട്ട് കുറച്ച് നീളവും വീതിയുള്ള ഷോളിനെ കൊടുക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ഇട്ട് നോക്കിയിട്ട് ബാക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതാണ് റീനിന് അവർ കൊടുത്തയച്ചിട്ടുള്ള അബായ. അബായ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഫ്രണ്ട് ഓപ്പൺ ടൈപ്പ് ഒരു അബായാണ്. അതിൻ്റെ കൂടെ ഷോളും കൂടി ഉണ്ട്. എന്താ പറയുക, റീനിന് സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെ അവൾക്ക് പറ്റിയ ഡ്രസ്സുകളൊന്നും കിട്ടാറില്ല, അവളുടെ ഹൈറ്റും അവളുടെ തടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പറ്റിയത് കിട്ടാറില്ല, ഫുൾ സ്ലീവ് ഒന്നും വരാറില്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാകുമ്പോൾ നല്ല ഈസിയാണ്. ഏത് ഡ്രസ്സ്, സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ മുകളിൽ ഈ ഒരു കോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ കവറേജ് കിട്ടും. അതുപോലെ അവരുടെ ടാഗ് ഈ അബായയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അതും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വ്യൂവേഴ്സിന് അത് വെച്ച് കൊടുക്കണ്ട, നമുക്കാർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ. അപ്പോൾ എൻ്റെത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് ബ്ലാക്ക് അബായ അവരെനിക്ക് റിവ്യൂക്കായിട്ട് മാത്രം അയച്ചു തന്നത്, തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലും ആ ഒരു ടാഗ് വരുന്നുണ്ട് താഴെ, ഏറ്റവും താഴെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് റീനിൻ്റെ ഡ്രസ്സ്. അപ്പോൾ റീനിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂക്കായിട്ട് ഒരു ഡ്രസ്സ് അയച്ചു തരുന്നതും അവൾ ഇതുപോലെ ചെയ്യുന്നതും. അവളിങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാറില്ല, അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇപ്പം ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, പുതിയ ഡ്രസ്സ് കിട്ടിയതല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. കളറ് കുറച്ചൊന്ന് കുറവായിരിക്കും, കാരണം വീഡിയോയിൽ ലൈറ്റ് ഇട്ടതുകൊണ്ട് കുറച്ചൊരു ഡാർക്ക് കളർ വരുന്നുണ്ട്. ഇത്രയും കളറില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ അവിടെ ഒരു ലേസ് വന്നിട്ടുണ്ട്. അതുപോലെ സ്ലീവ് ആണെങ്കിലും എന്താ പറയുക, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്ലീവാണ്. ബാക്കിലൊരു കെട്ടുണ്ട്, ബാക്കിലുള്ള കെട്ട് ഫ്രണ്ടിലേക്കാക്കാം, വേണമെങ്കിൽ സൈഡിലേക്കൊക്കെ ആക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഷോള് വരുന്നുണ്ട്, സെയിം ഡിസൈനിൽ ഷോള്. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് പുറത്ത് പോകുമ്പം അകത്ത് ഏതിട്ടാലും കുഴപ്പമില്ലല്ലോ. പിന്നെ അവർക്ക് ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ആകുമ്പോഴും അവർക്ക് ഇൻട്രസ്റ്റ് ആവും. ബ്ലാക്കിൽ തന്നെ ആകുമ്പോഴാണല്ലോ നമ്മൾ അബായ ഇട്ട് കൊടുത്തു എന്നുള്ള ഒരു പ്രശ്നം വരുന്നത്. അല്ലാഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല, എന്നാൽ ഫുൾ കവറേജ് കിട്ടും ചെയ്യും.
തുണിയിൽ തന്നെ പല കളേഴ്സിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തുണിയുടെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുള്ളവർക്ക് അവരുടെ വാട്സപ്പ് നമ്പറും അതുപോലെ വെബ്സൈറ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റെഡ് അബായ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിലും ടാഗ് ഉണ്ടായിരുന്നു കേട്ടോ താഴെ ഫ്രണ്ടിൽ തന്നെ. ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ചെയ്തിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് അങ്ങനത്തെ ടാഗൊന്നും ഫ്രണ്ടിൽ കൊടുക്കരുത്, ഷോൾഡറിൽ ബാക്ക് സൈഡിലൊക്കെ എവിടെയെങ്കിലും കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോൾ അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഷോൾ വെച്ചിട്ടാണ്, അതായത് അകത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഷോൾ ഇട്ടിട്ടാണ് ഇത് ഞാൻ ഹിജാബ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ് കണ്ടോ, നല്ലൊരു വെറൈറ്റി സ്ലീവ് തന്നെയാണ്. അതായത് ഇങ്ങനെ കൈ ഇങ്ങനെ കയറി പോകുന്നില്ല, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഈ ഒരു അബായയുടെ കളറാണ് എനിക്ക് അത്ര ഇഷ്ടമായത്. നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. ഇത്രയും കളറില്ല, നല്ലൊരു മെറൂൺ കളറാണ്. അതുപോലെ സ്ലീവിലും ആ ഒരു ഹെവി വർക്ക് വരുന്നുണ്ട്, ബാക്ക് സൈഡിലും വരുന്നുണ്ട് ആ ഒരു ഹെവി വർക്ക്. ആകെ മൊത്തം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു അബായയാണ്. പിന്നെ നമ്മുടെ ഈ ഗിഫ്റ്റിൻ്റെ അബായസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ജുമൈറ ബുട്ടിക്കിൻ്റെ അജ്മാനിലാണുള്ളത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വേണമെങ്കിൽ അബായ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു റിഡക്ഷൻ തന്നെ കിട്ടും. അപ്പോൾ UAE-ലുള്ളവർക്ക് വേണമെങ്കിൽ ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയിട്ട് നേരിട്ട് അബായ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഓർഡർ കൊടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അബായ എനിക്ക് റിവ്യൂക്ക് മാത്രമായിട്ട് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്ലീവിൽ ഇതുപോലെ 2 തട്ടായിട്ടാണ് സ്ലീവ് വരുന്നത്. അതും സ്ലീവിലും നല്ലൊരു ഹെവി വർക്ക് വരുന്നുണ്ട്. നല്ലൊരു അബായയാണ് കേട്ടോ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അബായ തന്നെയാണ്. ഇതും തുണി നിതയാണ്. പിന്നെ നിതയിൽ കുറേ വെറൈറ്റീസ് വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ അവരോട് വാട്സപ്പിൽ ചോദിച്ച് അറിയാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുണ്ടെങ്കിൽ അത് അവർക്ക് സെൻഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ അവരുടെ മോഡൽസ് ചോദിച്ചാൽ അവർ സെൻഡ് ചെയ്ത് തരും. ഇവരുടേതൊരു ഇ-കൊമേഴ്സ് കമ്പനി തന്നെയാണ്. പിന്നെ ഇവർക്ക് ഓഫീസും ഷോറൂമും ഒക്കെ മലപ്പുറം ജില്ലയിൽ വേങ്ങര ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ അവിടെ പോയിട്ടൊന്ന് നോക്കാം. പിന്നെ ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അതുപോലെ UAE, സൗദി, ഒമാനിലൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ആണുള്ളത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്യട്ടോ, അല്ലെങ്കിൽ പിൻഡ് പോസ്റ്റായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അവരുടെ അടുത്തുള്ള തന്നെ പാകിസ്ഥാനി സ്യൂട്ടുകളാണ്. അപ്പോൾ നമ്മൾ അബായ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ചുരിദാർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ, അതുപോലെ ലേഡീസ് ആക്സസറീസും അവരെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ എല്ലാ ലേഡീസിനും പറ്റിയിട്ടുള്ള നല്ലൊരു ബൂട്ടിക്കാണ്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെബ്സൈറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ മറക്കണ്ട, എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി റിലേറ്റീവ്സുമായിട്ടൊക്കെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.